ഇപ്പോൾ സിസ്റ്റം മോഡൽസ് നമുക്ക് പഠിക്കാം. സിസ്റ്റം മോഡൽസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ മോഡൽ, ആർക്കിടെക്ചറൽ മോഡൽ, ഫണ്ടമെൻ്റൽ മോഡൽ. ഫസ്റ്റ് ഈസ് ഫിസിക്കൽ മോഡൽ. It consider the type of computer and devices that constitute a distributed system and how they are connected. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്, പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, അപ്പോൾ അത് ചേർന്നിട്ടാണ് എന്താ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് കൺസിഡർ ദ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് ഹൗ ദേ ആർ കണക്റ്റഡ്. എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കൽ മോഡൽ പറയുന്നതെന്ന് പറയുന്നത് ഇറ്റ് കൺസിഡർ ദ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതിനകത്ത് ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സ്, പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസസ്, അതൊക്കെ വെച്ചിട്ടാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. Then it is a distributed system. ഇപ്പോൾ ഫിസിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വൺ ഇൻ വിച്ച് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് located at network computers communicate and coordinate their action by passing messages. അപ്പോൾ മെസ്സേജസ് പാസ് ചെയ്ത് അതുവഴിയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. അല്ലെ ഹാർഡ്വെയർ അല്ലെ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ലൊക്കേറ്റഡ് അറ്റ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് ദെൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദെയർ ആക്ഷൻ ബൈ പാസിങ് മെസ്സേജസ്. ദെൻ 3 ജനറേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇതിനകത്ത് 3 ജനറേഷൻസ് ആണ് വരുന്നത്. ഏർലി distributed system, second is internet scale distributed system, and third is contemporary distributed system. അപ്പോൾ 3 ജനറേഷൻസ് ആണ് വരുന്നത്. ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് 1970s-ലും 80s-ലും യൂസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ആ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. സച്ച് സിസ്റ്റംസ് എമേർജ്ഡ് ഇൻ ദ ലേറ്റ് 1970s ആൻഡ് ഏർലി 1980s ഇൻ റെസ്പോൺസ് ടു ദ എമർജൻസ് ഓഫ് LAN, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ് ടെക്നോളജി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 and 100 നോഡ്സ്. അപ്പോൾ ഇതിനകത്ത് 10 തൊട്ട് അല്ലെങ്കിൽ 100 നോഡ്സ് വരെ വരാം അല്ലേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 and 100 നോഡ്സ് ഇൻ്റർകണക്റ്റഡ് ബൈ LAN വിത്ത് ലിമിറ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് സപ്പോർട്ടഡ് എ സ്മോൾ റേഞ്ച് ഓഫ് സർവീസസ്. കുറച്ച് രീതിയിലുള്ള സർവീസസ് മാത്രമേ നമുക്ക് ഇതുവഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 1970s-ലും 80s-ലും യൂസ് ചെയ്തിരുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ് ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് 10 തൊട്ട് അല്ലെങ്കിൽ 100 നോഡ്സ് വരെയാണ് യൂസ് ചെയ്തിരുന്ന ലിമിറ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആൻഡ് സ്മോൾ റേഞ്ച് ഓഫ് സർവീസസ്. ഇൻഡിവിജ്വൽ സിസ്റ്റംസ് വെയർ ലാർജ്ലി ഹോമോജീനിയസ് ആൻഡ് ഓപ്പൺനെസ് വാസ് നോട്ട് എ പ്രൈമറി കൺസേൺ. അപ്പം ഇതിനകത്തുള്ള ആ ഇൻഡിവിജ്വൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. അതേ കണക്ക് തന്നെ ഓപ്പൺനെസ് എന്ന് പറയുന്നത് പ്രൈമറി കൺസേൺ അല്ല. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലും ഇംപ്ലിമെൻറ്റ് ചെയ്താലും അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഓപ്പൺനെസ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ പഴയ കാലത്തുള്ള കേസിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം അതൊക്കെയാണ് നമ്മൾ ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സിസ്റ്റംസ് വെയർ ലാർജ്ലി, ഈ കേസിൽ ഹോമോജീനിയസ് ആൻഡ് ഓപ്പൺനെസ് വാസ് നോട്ട് എ പ്രൈമറി കൺസേൺ. അപ്പോൾ അതാണ് 3 ജനറേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ 3 ജനറേഷനകത്തുള്ള ഫസ്റ്റ് വൺ ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. സെക്കൻഡ് ഈസ് ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡിനകത്ത് ലാർജ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എമേർജായി. അപ്പോൾ ആ സമയത്താണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടായത്. അപ്പോഴാണ് നമ്മൾ 1996 ഒക്കെ ആയപ്പോഴത്തേക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ലോഞ്ച് ചെയ്ത്. അപ്പം ഇവിടെ എന്താണ് ലാർജ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സ്റ്റാർട്ടഡ് ടു എമേർജ് ഇൻ ദ 1990s ഇൻ റെസ്പോൺസ് ടു ദ ഡ്രാമാറ്റിക് ഗ്രോത്ത് ഓഫ് ഇൻ്റർനെറ്റ്. എക്സാമ്പിൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഫസ്റ്റ് ലോഞ്ച്ഡ് ഇൻ 1996. ഇൻ സച്ച് സിസ്റ്റം ആൻ എക്സ്റ്റെൻസിബിൾ സെറ്റ് ഓഫ് നോഡ്സ് ഇൻ്റർകണക്റ്റഡ് ബൈ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ നോഡ്സ് വെച്ചിട്ട് ഇൻ്റർകണക്റ്റ് ചെയ്ത്, അപ്പോൾ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, അതാണ് എന്ത് ഇൻ്റർനെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് വന്ന് ഏതാണ് ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ദേ ഇൻകോർപ്പറേറ്റഡ് ലാർജ് നമ്പർ ഓഫ് nodes and provide distributed system services for global organization. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നോഡ്സ് പ്രൊവൈഡ് ചെയ്യുകയും സർവീസ് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അപ്പം ഗ്ലോബലായിട്ട് മൊത്തത്തിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ലാർജ് ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വന്നപ്പോൾ ദേ ഇൻകോർപ്പറേറ്റഡ് ലാർജ് നമ്പർ ഓഫ് നോഡ്സ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സർവീസസ് ഫോർ ഗ്ലോബൽ ഓർഗനൈസേഷൻ. ദ ലെവൽ ഓഫ് ഹെട്രോജനിറ്റി ഇൻ സച്ച് സിസ്റ്റംസ്
ഡിഫറൻസ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ ഹെട്രോജിനിറ്റിയുടെ ലെവലെന്ന് പറയുന്നത്, ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ലേ ഡിഫറൻസ് വരുന്നത്, അതെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതിൻ്റെയൊക്കെ കേസിലാണ്? ഇൻ ടേംസ് ഓഫ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജസ് എംപ്ലോയ്ഡ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ടീംസ് ഇൻവോൾവ്. അപ്പോൾ രണ്ടാമത്തെ കേസിലാണ് ഇൻ്റർനെറ്റ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വന്ന കേസ് സമയത്താണ് ഏതാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ലോഞ്ച് ചെയ്തത്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഗ്ലോബൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഹെട്രോജനിറ്റി എന്ന് പറയുന്നത്, വെറൈറ്റി അല്ലെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഏതിൻ്റെയൊക്കെ കേസിലാണ്? നെറ്റ്വർക്കിൻ്റെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ലാംഗ്വേജസ് എംപ്ലോയ്ഡ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ടീംസ് ഇൻവോൾവ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പം കണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. കണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കേസ് ആയപ്പോഴത്തേക്കും മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഇമേജ് ചെയ്ത് അതേ കണക്ക് തന്നെ യുബിക്വിറ്റസ് കമ്പ്യൂട്ടിംഗ് വന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ എമർജൻസ് വന്നു. ഹിയർ നോട്ട്സ് വെയർ ടിപ്പിക്കലി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ദെയർഫോർ റിലേറ്റീവ്ലി ഇത് സ്റ്റാറ്റിക് ആണ്, ഡിസ്ക്രീറ്റ് ആണ് ആൻഡ് ഓട്ടോണോമസ്. Then emergence of mobile computing. It has led to physical models where nodes such as laptop or smartphones may move from location to location in a distributed system. ഇപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ലാപ്ടോപ്പ് അല്ലെ സ്മാർട്ട് ഫോൺസ് നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനും എല്ലാം പറ്റുന്ന, അപ്പോൾ അതേ രീതിയിലുള്ള മൊബൈൽ കമ്പ്യൂട്ടിംഗ് എമർജൻസി ഹാസ് ലെഡ് ടു ഫിസിക്കൽ മോഡൽസ് വെയർ നോട്ട്സ് സച്ച് ആസ് ലാപ്ടോപ്പ് ഓർ സ്മാർട്ട് phones may move from location to location in a distributed system. അതിനൊക്കെ യുബിക്വിറ്റസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ എമർജൻസി വന്നു. യുബിക്വിറ്റസ് കമ്പ്യൂട്ടിങ്ങിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, ഇതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ദൂരെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് വീട്ടിലിരിക്കുന്ന വാഷിംഗ് മെഷീൻ നമുക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഓഫ് ചെയ്യാനും എല്ലാം പറ്റുന്നു. അപ്പോൾ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെയാണ് എംബഡഡ് ആണ് അല്ലേ ഓൾറെഡി. അതായത് എമർജൻസ് ഓഫ് യുബിക്വിറ്റസ് കമ്പ്യൂട്ടിംഗ് ഹാസ് led to a move from discrete nodes to architecture where computers are embedded in the everyday objects അല്ലേ. എവറിഡേ ഒബ്ജക്ട്സിന് എക്സാമ്പിളാണ് പറഞ്ഞത് വൈഫൈ റെഫ്രിജറേറ്റേഴ്സ്, then washing machine etc. Has led to a move from discrete nodes to architecture where computers are embedded in everyday objects and in the surrounding environment. Then emergence of cloud computing ൻ്റെ എമർജൻസ് വന്നു. അപ്പോൾ കണ്ടംപററി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഇത് മൂന്ന് വരുന്ന എമർജൻസ് ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, എമർജൻസ് ഓഫ് യുബിക്വിറ്റസ് കമ്പ്യൂട്ടിംഗ്, എമർജൻസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഫിസിക്കൽ മോഡലിനകത്ത് 3 ജനറേഷനാണുള്ളത്. ഏർലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, സെക്കൻഡ് internet scale distributed system and third is contemporary distributed system. പിന്നെ അതൊന്ന് ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് ഒരു ടേബിൾ വരച്ച് കൂടെ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ഫിസിക്കൽ മോഡൽ കംപ്ലീറ്റ് ആവും. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, ദെൻ 3 എണ്ണം ഏർലി, ഇൻ്റർനെറ്റ് സ്കെയില്, കണ്ടംപററി. അപ്പോൾ ആ സ്കെയിൽ ഏർലിയുടെ ആണെങ്കിൽ സ്മോള്, ഏത് സർവീസസ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ സർവീസസ്, ഇൻ്റർനെറ്റ് സ്കെയിൽ ആയപ്പം ലാർജ് സ്കെയിൽ സർവീസസ്, കണ്ടംപററി ആയപ്പോഴത്തേക്കും അൾട്രാ ലാർജായി. ഇനി ഹെട്രോജനിറ്റി, വെറൈറ്റി അല്ലേ, വേറെ ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. മറ്റേ ഇൻ്റർനെറ്റ് സ്കെയിൽ വന്നാൽ സിഗ്നിഫിക്കൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്ലാറ്റ്ഫോംസ്, ലാംഗ്വേജസ് ആൻഡ് മിഡിൽ വെയർ. കണ്ടംപററി വന്നപ്പോൾ ആഡഡ് ഡയമെൻഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻക്ലൂഡിങ് റാഡിക്കലി ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചറായി. ഈ അൾട്രാ ലാർജിൽ വന്നപ്പോഴത്തെ അല്ലെങ്കിൽ കണ്ടംപററിയിൽ വന്നപ്പോഴത്തേക്കും. ഇനി ഓപ്പൺനെസ്, ഏർലിയുടെ കേസിൽ ഓപ്പൺനെസ് നോട്ട് എ പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാൻ റീഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത്ര എഫക്റ്റീവായിട്ട് വരത്തില്ല. ഏതിൻ്റെ ഏർലിയുടെ കേസിൽ. ഇൻ്റർനെറ്റ് സ്കെയിലായപ്പോഴത്തേക്കും സിഗ്നിഫിക്കൻറ്റ് പ്രയോറിറ്റി, ഒരു പ്രയോറിറ്റി അവിടെ ഉണ്ട് വിത്ത് റേഞ്ച് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. മറ്റേത് വന്നപ്പോഴത്തേക്കും മേജർ റിസർച്ച് ചലഞ്ച് വിത്ത് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നോട്ട് എറ്റ് ഏബിൾ ടു എംബ്രേസ് ഇൻ എ കോംപ്ലക്സ് സിസ്റ്റം. ലാസ്റ്റ് ക്വാളിറ്റി സർവീസിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ ഇറ്റ്സ് ഇൻഫാൻസി. ദെൻ സിഗ്നിഫിക്കൻറ്റ് പ്രയോറിറ്റി വിത്ത് റേഞ്ച് ഓഫ് സർവീസസ് ഇൻട്രൊഡ്യൂസ്ഡ്. ദെൻ മറ്റേതിൻ്റെ കണക്ക് തന്നെ റേഞ്ച് ഓഫ് സർവീസസ് ഇൻട്രൊഡ്യൂസ്ഡ്. മേജർ റിസർച്ച് ചലഞ്ച് വിത്ത് എക്സിസ്റ്റിംഗ് സർവീസസ് നോട്ട് അറ്റ് ഏബിൾ ടു എംബ്രേസ് കോംപ്ലക്സ് സിസ്റ്റംസ്. അപ്പം ഈ ഒരു ടേബിളും കൂടെ വരച്ച് എഴുതുമ്പോഴത്തേക്കും ഏത് കംപ്ലീറ്റ് ആവും? ഫിസിക്കൽ മോഡൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ പ്രാവശ്യം വേണമെങ്കിൽ ഫിസിക്കൽ മോഡൽ എസ്സേ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ 3 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 3 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നല്ല, 3 ജനറേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് വരുന്ന 3 ജനറേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഫിസിക്കൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് ഏത്
കംപ്ലീറ്റ് ആയി, ഫിസിക്കൽ മോഡിൽ കംപ്ലീറ്റ്